നമസ്കാരം, ഞാൻ സിനോബിയാണ്. ഇന്നേ നമ്മൾ കാണാൻ പോകുന്നത് കാലടിയിലുള്ള വിലാസം ചേച്ചിയുടെ പശു വളർത്തലാണ്. അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലാണ് ചേച്ചിയുടെ പശു വളർത്താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനായി ചേച്ചി ഇവിടെ 4 ടിപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചേച്ചിയുടെ ഈ 4 വിജയരഹസ്യം ആട്ടോ. അപ്പോൾ ചേച്ചിയുടെ നിൽപ്പുണ്ട്, നമുക്ക് ചേച്ചിയുടെ പശുക്കളെ പരിചയപ്പെടാം കേട്ടോ. നമസ്കാരം ചേച്ചി. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ പശുക്കളെ ഒന്ന് കാണാലോ. ഓക്കെ, നമുക്ക് പശുക്കളെ കാണാം കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ പശുക്കൾ ഇതാണ്. ഇവിടെ എത്ര പശുക്കളുണ്ട് മൊത്തം? 5 ആളുണ്ട്. 2 കിടാവ്, 2 നല്ല പശുക്കളാലോ. ഇത് എത്ര കറവ പശുക്കളുണ്ട്? ഇത് ഇപ്പൊ 3 എണ്ണം കറക്കണതാണ്. 3 എണ്ണം കറക്കണം. എത്ര ലിറ്റർ പാലൊക്കെ? ഇവൾക്ക് 10 കിട്ടും. ഇപ്പൊ 8 മാസമായി പ്രസവം കഴിഞ്ഞിട്ട്. ഇപ്പൊ രണ്ടാമത് ചെനയാണ്. ഇപ്പൊ 5 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഇത് നല്ല HF-ന്റെ അത് തന്നെയാണ് ഇവിടെ വളർത്തി ഉണ്ടായ പശു തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പശുവിനെ മാത്രം മേടിച്ചു. പാല് കുറഞ്ഞപ്പോ ഞങ്ങക്ക് ചെലവിനില്ലാണ്ടായപ്പോ ഞങ്ങള് മേടിച്ചു. 70,000 രൂപയായി ഇതിന്. കന്നിപ്പേർ. കുട്ടി അവിടെ നിൽപ്പുണ്ട്. ആ ഒരു പശു വെച്ചേരി അനാണോ അത്? വെച്ചൂര്. പശുവിന് ആദ്യം 5 കിട്ടിയായിരുന്നു. ഇപ്പൊ ഒരു 3 കിലോ പാല് ഉള്ളൂ. ഇതിപ്പോ രണ്ടാമത്തെ പ്രസവം. കുട്ടി ഇല്ല, വിറ്റു. ആ കിടാവ് ദാവക്കടം ആ മോക്കടയാണ്. കുത്തി വെച്ചിട്ടില്ല, അവളെ കുത്തി വെച്ചു. ഇപ്പൊ 2 മാസമായി. അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ പശുക്കള്. 1 2 3 4 പശുക്കളാണ് ചേച്ചിക്കുള്ളത്. 3 കറവ പശുക്കൾ അല്ലേ? ഓക്കെ. അപ്പൊ അതേ പശുത്തൊഴുത്ത് നോക്കി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പശുത്തൊഴുത്താണ്. അധികം ചെലവൊന്നും ഉണ്ടായിരുന്നില്ല ഇത് പണി. കാരണം അത്യാവശ്യം കാറ്റൊക്കെ ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഇവിടെ പണിതിരിക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ഇവിടെ പണിതേക്കുന്നത്. ഒന്ന് കറവ പശുക്കൾ നിർത്താനായിട്ട്, താഴെ സാധാരണ നമ്മുടെ കിടാക്കളെ നിർത്താൻ വേണ്ടി. അപ്പൊ ചേച്ചിയുടെ പശു വളർത്തലെ വിജയിക്കാനായിട്ട് 4 ടിപ്സുകളോടൊന്നും പറഞ്ഞില്ലേ? അതിൽ ഒന്നാമത്താണ് ചേച്ചി പാടത്ത് പശുക്കളെ മെയ്യാൻ വിടുന്നത് അല്ലേ ചേച്ചി? അതെ. ചേച്ചി എപ്പോ കൊണ്ടുപോകും പശു? 6:30 കൊണ്ടുപോകും. 6 കറവ കഴിഞ്ഞ ശേഷം കൊണ്ടുപോകും. വെള്ളം കൊടുത്ത് കൊണ്ടുപോകും. ഇപ്പൊ ഈ പാടത്ത് പശുക്കളെ കൊണ്ടുവന്നാൽ ചേച്ചിക്ക് ഒരു മെച്ചമായിട്ട് എന്താ തോന്നുന്നത്? മെച്ചമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റ, പുല്ലും വൈക്കോലും തീറ്റ കൊടുത്ത് പൈസ കൊടുത്ത് മേടിക്കണ്ട. അവര് നിന്ന് പോരും. പിന്നെ ചാണാൻ നമുക്ക് വാരം വേണ്ട, തൊഴുത്ത് കഴുകുകയും വേണ്ട. ശരിയാണ്. പിന്നെ പശുക്കൾ പുല്ല് തിന്നുമ്പോൾ കൂടുതൽ പാലുണ്ടാവും. എന്നും അതേ റേറ്റിൽ പാല് കിട്ടും. അതാണ് ചേച്ചി കുറയില്ല. കിട്ടണ പാല് കറവ് നിൽക്കുന്ന നേരം കിട്ടും. ഇപ്പൊ അതാണ് തൊഴുത്ത് നല്ല ക്ലീൻ ആയിട്ട് കിടക്കും അല്ലേ? പിന്നെ പശുക്കൾക്ക് ഒരു വ്യായാമാവോ? അത് തന്നെ, അത് നല്ലതല്ലേ. രക്തോട്ടമൊക്കെ കിട്ടി നല്ല ആരോഗ്യം ഉണ്ടാവും. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പാടില്ല നമ്മളെ പോലെ. ഇതിപ്പോ കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെ മുഷിച്ചലും എല്ലാം ആവൂലേ. എന്തായാലും നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ടല്ലോ. ഇനിയിപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാല് പെല്ലറ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ കഞ്ഞിയാണ് കൊടുക്കുന്നത്. സാധാരണ പശുക്കൾക്ക് 4 കിലോ പെല്ലറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ പകരം 3 കിലോ പെല്ലറ്റാണ് കൊടുക്കുന്നത് അല്ലേ ചേച്ചി? കഞ്ഞിയല്ലേ കൊടുക്കുന്നത്? കഞ്ഞി കൊടുക്കണ്ട. എന്തോരം നമ്മൾ പെല്ലറ്റ് ചേച്ചി ഇവിടെ കൊടുക്കും? 3 കിലോ. 3 കിലോ പെല്ലറ്റ്. ഇതാണ്. ഇത് ഏതാ ചേച്ചി കൊടുക്കുന്നേ? ഇത് 3 കിലോ ഇടും. 3 കിലോ. ഇത് ഇതിപ്പോ നമ്മുടെ മിൽമേന്നാണ് ഇവിടെ കടയിൽ നിന്ന് മിൽമേലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇത് 3 കിലോ കൊടുക്കും. എല്ലാ പശുക്കൾക്കും ഒരുപോലെ ഒരെണ്ണത്തിന് 2 കിലോ. പാല് കൂടുതലുള്ള പശുക്കൾക്ക് 3 കിലോ. കുറവുള്ള പശുക്കൾക്ക് 2 കിലോ. അതായത് പാലിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ചാണ് ചേച്ചിയുടെ പെല്ലറ്റ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് പോളപ്പൊടിയാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇതെന്തോരം ഇത് നമ്മുടെ ആ തടിയിൽ കയറാൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ കയ്പൊന്നും, ഈ തീറ്റയിൽ കയ്പൊന്നും ഉണ്ടാവൂല ഇത് ഇട്ട് കൊടുത്താ. തീറ്റ കയ്പുണ്ടാവും. ഇത് കയ്ക്കും നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ കയ്പ് രസം മാറാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കണത്. ഈ തവിട് കൊടുക്കുന്നത് അതൊരു പുതിയ പെല്ലറ്റ് കൊടുത്ത ശേഷം ചെറിയ കയ്പുണ്ട്, അത് മാറാൻ വേണ്ടിയാണ് ഈ പൊടി. അപ്പൊ അവർക്ക് നല്ല ടേസ്റ്റ് കിട്ടൂലോ. നോക്കിയോ, ടേസ്റ്റ് കിട്ടും. അപ്പൊ നന്നായിട്ട് രീതിയിൽ തീറ്റ തിന്നും. അപ്പൊ ഇതെന്തോരം നമ്മൾ കൊടുക്കും? ഇത് 1 കിലോ വെച്ച് കൊടുക്കും. 1 കിലോ വെച്ചാണ് കൊടുക്കുന്നത് ചേച്ചി കേട്ടോ. അപ്പൊ വേറൊരു സാധനം കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഞ്ഞി
അല്ലേ? ഈ അരിയാണ്. ഇത് എവിടെ നമ്മൾ എടുക്കണം? നമ്മള് മില്ലീന്ന് കുതിരമാർക്ക് മില്ലീന്ന് മേടിക്കുന്നതാണ്. ഓക്കെ. ഇത് എത്ര റേറ്റ് വരും? ഇത് 18 രൂപയാണ് 1 കിലോ അരിക്ക് വരുന്നത്. ഇത് പൊടിയരിയാണ്. ഇത് വേഗം ദഹിക്കുകയും ചെയ്യും. ഇതിപ്പോ പശുക്കൾക്ക് കൊടുത്താൽ തടി കയറാനും ഒരു ആരോഗ്യമൊക്കെ നമുക്ക് കിട്ടും. നമ്മളെ പോലെ തന്നെ ഒരു അതെ നമ്മള് പക്ഷെ ഇത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേടുണ്ടാവും. അതിനൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ ചെറുപ്പം മുതൽ കൊടുത്ത് പഠിച്ചേക്കണമെന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. എന്തോരം കൊടുക്കാം പശു? ഞങ്ങള് 1 കിലോ കഞ്ഞി ഒരു ദിവസം കൊടുക്കും. എല്ലാ പശുക്കൾക്കും കൂടെ അല്ല ഒരു പശുവിന് ദേ ഇന്നിപ്പോ കാലത്തേക്ക് വൈകുന്നേരത്തേക്ക് ഇട്ടേക്കുന്നത് ഒന്ന് കാണിക്കാമോ? ഓക്കെ, നമുക്ക് കഞ്ഞി വേവിച്ചേക്കണ കാണാം കേട്ടോ. വൈകുന്നേരത്തേക്കാണ് ഇട്ടേക്കണേ. ഇപ്പൊ 2 മണിയാകുമ്പോ അത് കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കണതാണ്. ദേ കണ്ട ഗ്യാസ്. ഇത് നന്നായിട്ട് വേവും. ദേ ഗ്യാസ് തൂക്കിയിടാ ഞാൻ. ദേ കണ്ടാ 1 കിലോ കഞ്ഞി കൊടുക്കൂല്ലോ ഇവരൊക്കെ ഉള്ള കഞ്ഞിയാണ് അത്. അതെല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പെല്ലറ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു നേരത്തെ കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നേരാണ് കൊടുക്കുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ 1 കിലോ പെല്ലറ്റ് കുറയ്ക്കാൻ പാകത്തിന് കഞ്ഞിയാണ് ഇവിടെ കൊടുക്കുന്നത്. 3ാമത്തെ വിജയരഹസ്യം എന്ന് വെച്ചാൽ ബയോഗ്യാസ് ആട്ടോ. അപ്പൊ നമുക്കതൊന്ന് കാണാം. ഇതാണ് ബയോഗ്യാസിന്റെ ഇത്. പക്ഷെ അപ്പുറയാണ് കുഴി. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാണ്. ഇതിപ്പോ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കണ ചേച്ചി? ഇത് കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ ഞങ്ങളുടെ അരി അടുപ്പത്തിടും. പിന്നെ പശുവിന് 2 നേരം അരി അടുപ്പത്തിടും. അതെ, വീട്ടിലേക്കുള്ള അരിയാണ്. വീട്ടിലേക്കുള്ള അരി അടുപ്പത്തിടും. പശുവിന്റെ അരി 2 നേരം വെക്കും. 2 നേരം വെക്കും. പിന്നെ കുളിക്കാൻ വെള്ളം ചൂടാക്കും. പിന്നെ അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പാചകം ചെയ്യും. അതെ. അപ്പൊ എന്തോരം ചാണകം നമുക്ക് വേണം? നമുക്ക് ഒരു കൊട്ട മതി ചാണാൻ ഒരു ദിവസം. ഒരു കൊട്ട ചാണകം മതി. അതെ അല്ലേ? പിന്നെ ഒരു 3 മണിക്കൂർ കത്തും കാലത്ത്, 3 മണിക്കൂർ വൈകുന്നേരം കത്തും. 6 മണിക്കൂർ ഗ്യാസ് കിട്ടും. ഗ്യാസ് കിട്ടും. കൊള്ളാട്ടോ. കാരണം LPG ഗ്യാസ് എടുക്കേണ്ട പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ? നമുക്ക് കഞ്ഞി വെക്കാം. വീട്ടിലേക്ക് ആവശ്യമായ കഞ്ഞി, കറി ഒക്കെ വെക്കാം. എല്ലാ സാധനം വെക്കാം. പശു വളർത്തലുകൊണ്ട് അങ്ങനെ. പിന്നെ ചാണാൻ മഞ്ഞില്ല, കൊടുക്കാൻ കിട്ടണില്ല ഞങ്ങക്ക്. അങ്ങനെ ഒരു വിഷയം. കാരണം വെച്ചാൽ ചാണാൻ ഇപ്പൊ മഴക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് വിൽക്കാനും ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ചാണാൻ നമുക്ക് ഈ വേസ്റ്റ് മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് വേനലാവുമ്പോ ചെടികൾക്കൊക്കെ ആൾക്കാർ കൊണ്ടുപോകും. കാര്യം അതിനൊന്നും കിട്ടൂല. ആര് കൊണ്ടുപോകും? വീട്ടുകാർ കൊണ്ടുപോകും. അപ്പൊ 3ാമത്തെ വിജയരഹസ്യം നമ്മൾ കേട്ടല്ലോ. അതായത് ചാണകം കൊണ്ട് നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കാം. അപ്പം LPG ഗ്യാസ് വാങ്ങേണ്ട പൈസ നമുക്ക് ലാഭിക്കാം. ഇനി 4ാമത്തെ വിജയരഹസ്യം എന്ന് വെച്ചാല് പശുക്കുട്ടിയെ ചെന പിടിപ്പിച്ച് കറപ്പശുക്കളാക്കുവാണ് ചേച്ചി ചെയ്യുന്നത് അല്ലേ ചേച്ചി? ശരിയാണ്. അതെ, അങ്ങനെയാണ്. അതെന്താ അങ്ങനെ ചെയ്യണം? പുറത്തുനിന്ന് മേടിച്ച 10-75 രൂപ കൊടുക്കണം. നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മളൊരു പശുവിനെ മേടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും 1 ലക്ഷമൊക്കെയാണ് ആൾക്കാർ പറയണേ. അപ്പൊ അത് ഞങ്ങൾക്ക് അതുകൊണ്ട് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് തീറ്റ പാടത്തുകൊണ്ട് പോകുമ്പോ ഞങ്ങക്ക് തീറ്റ പുല്ലിന്റെ ഒന്നും മഞ്ഞില്ലല്ലോ. അങ്ങനെ ഞങ്ങക്ക് ഇപ്പൊ ഫുൾ ടാങ്കായില്ല. അവര് വയറിഞ്ഞില്ലോ. പിന്നെ ഇനി വൈകുന്നേരം ഒരു പിടി പുല്ല് കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് ഇത്തിരി കൊടുക്കണം. ഇതിന് കിട്ടുന്നില്ല. ഇത് മൂരിക്കിടാവല്ലേ? ഇതിന് കിട്ടില്ല. സോറി, ഇത് മൂരിക്കിടാവ്. അപ്പം അതുങ്ങൾക്കുള്ള തീറ്റ കുറച്ചെടുത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പാടത്ത് പുറത്തേക്ക് കൊണ്ടുവന്നോണ്ട് തീറ്റച്ചാലും അത് അധികം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുളിപ്പിച്ചൊക്കെയാണ് കൊണ്ടുവന്നത്. കുളിപ്പിക്കണ്ട, അവിടെ ഇട്ട് തന്നെ കുളിപ്പിച്ച് കൊണ്ടുവരാം. അങ്ങനെ പാടത്തന്നെ ഇട്ട് തോട്ടിലിട്ട് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നെ. അപ്പൊ ആ കറണ്ട് ലാഭം കിട്ടും. അങ്ങനെയൊക്കെ മെച്ചങ്ങളുണ്ട് ഞങ്ങക്ക്. നമുക്ക് വേറെ കുറച്ച് ആൾക്കാരെ കാണാവേ. വാ ചേച്ചി. ഇതിലേ പോ. അപ്പൊ ദേ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോ ഈ പശുക്കളുടെ കൂടെ തന്നെ എങ്ങനെ പൊക്കോളും? ഇതിന്റെ കൂടെ തന്നെ പുല്ലും കുണ്ടന്നേല് കുറച്ച് കൊടുക്കും. പിന്നെ തീറ്റയും കൊടുക്കും. ഈ പശുവിന്റെ നിന്നും തീറ്റ, കഞ്ഞിയും ചോളത്തവളും ഇട്ട് കൊടുക്കും ഇവർക്ക്. ഞങ്ങൾ വന്നപ്പോ ഭയങ്കര എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞത് ആടുകളെ കുറിച്ചാട്ടോ. ഇവരാണ് നല്ല അടിപൊളി. ഇതിപ്പോ എത്ര നാളായി? ഇപ്പൊ ഇത് 4 മാസമായി. 4 മാസമായി. ഇവിടെ ഉണ്ടായ കുട്ടികളാ. 2 ഉള്ളു ഇവിടെ. തള്ളമാരെ വിറ്റു ഞാൻ. പശുവിനെ കൊണ്ടുതന്നെ പുല്ലിന്ന് ഇത്തിരി അവർക്ക് കൊടുക്കും. പിന്നെ ഈ തീറ്റയിന്നും കുറച്ച് കൊടുക്കും ഇവർക്ക്. പിന്നെ വേറെ എക്സ്ട്രാ തീറ്റ ഒന്നും മേടിക്കേണ്ട ആവശ്യം തന്നെയില്ല. അത് പശു വളർന്നതോടൊപ്പം തന്നെ ഈ ആടും വളർന്നോളും. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാം. നമുക്ക് പോവാം. അപ്പൊ വിലാസിനി ചേച്ചിയുടെ പശുക്കൾക്കും ആടുകൾക്കും വേണ്ടി പുല്ല് കൊണ്ടുവരുന്നതാണ്. അത് അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. കണ്ടോ?
ഇതിങ്ങനെ പാടത്തുനിന്ന് ചെത്തിയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ചേച്ചി ഇതിങ്ങനെ കടന്നു പോകില്ലേ? ഇവിടെ കുഴപ്പമുണ്ടോ? കടന്നു പോവാനായിട്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ പോകാൻ വഴി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം വയസ്സായി കാരണന്മാര്, എനിക്കാണെങ്കിൽ 10-65 വയസ്സായി, കെട്ടിയവനാണെങ്കിൽ ഒരു 75 വയസ്സായി. ഞങ്ങളുടെ നിലവിലുള്ള പുറമ്പോക്ക് റോഡാണ്. അതുകൊണ്ട് വഴി കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു മിനിറ്റ്, വണ്ടി വരുന്നുണ്ട്. വഴി സൗകര്യം കുറവ്. ഇത് ഇങ്ങനെ പോകുമോ ചേച്ചി? ഞാനൊന്ന് പിടിച്ചോട്ടെ? പിടിച്ചോ. അപ്പൊ ഇത്രയും ഇവിടെ വലിയ പ്രശ്നമില്ല, പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോ വീതി കുറവാല്ലേ ചേച്ചി? അപ്പൊ ഇതിപ്പം ഇങ്ങനെ പുല്ല് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുപോകണം. ഈ പെല്ലറ്റ് എങ്ങനെ കൊണ്ടുപോകും ചേച്ചി? വണ്ടി കയറുവോ? വണ്ടി കയറൂല. ഞങ്ങള് റോട്ടിലിട്ട് പകർത്തി ഇങ്ങനെ വണ്ടിയിലിട്ട് കുറച്ച് കൊണ്ടുപോകും 2 ദിവസമായിട്ട്. അതെയോ? എന്റെ പൊന്നു, നല്ല കഷ്ടപ്പാടാലോ. കഷ്ടപ്പാടാണ്. ഞങ്ങക്ക് ഒരു ആസ്പത്രി കേസ് വന്നാ വലിച്ചും കൊണ്ട് പോണം. ഞങ്ങക്ക് ആരും ഇല്ലാത്ത കാരണത്താല ഞങ്ങക്ക് ഈ വഴിക്ക് നീതി കിട്ടണം. വില്ലേജുകാർ വന്ന് ആൾക്കാർ സമ്മതിക്കണില്ല. ഇങ്ങനെ പുറമ്പോക്ക് സ്ഥലം ഇല്ലെന്നാണ് ഇവര് പറയണേ. ഞങ്ങളുടെ കയ്യിൽ രേഖകളും തെളിവുകളും ഒക്കെ ഉണ്ട്. എന്നാലും ഇവര് സമ്മതിക്കണില്ല. ഞങ്ങൾക്ക് എന്താ പറ്റണേന്ന് വെച്ചാൽ അവർ തരാണെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ അംഗീകരിക്കാം. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വഴി ഒരു ഓട്ടോറിക്ഷ പോകാനായിട്ട് കിട്ടിയിരിക്കണം. ബുദ്ധിമുട്ടാലോ. പക്ഷെ ഇവിടെ ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വില്ലേജുകാർ വന്നിട്ട് വില്ലേജുകാർ ആൾക്കാരൊന്നും സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ രേഖയും തെളിവും എല്ലാ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ മാസത്തിൽ വന്നതാണ്. വന്നിട്ട് വില്ലേജുകാർ ഇങ്ങനെ പുറമ്പോക്കില്ല, അവർക്കടെ അച്ഛൻ മേടിച്ച സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ചേച്ചിക്ക് 3 കറവ പശുക്കളാണുള്ളത്. ഇതിന്റെ പാലൊക്കെ കൊടുക്കുന്ന ഒന്ന് വീടുകളിൽ, പിന്നെ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ചേച്ചിയുടെ വിജയരഹസ്യം എന്ന് വെച്ചാൽ 4 വിജയരഹസ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നാമത്തെ വിജയരഹസ്യം എന്ന് വെച്ചാൽ പാടത്ത് പശുക്കളെ മെയ്യാൻ വിടുന്നു. രണ്ടാമത്തെ വിജയരഹസ്യം എന്ന് വെച്ചാൽ ബയോഗ്യാസ്. മൂന്നാമത്തെ വിജയരഹസ്യം എന്ന് വെച്ചാൽ പശുക്കുട്ടിയെ ചെന പിടിപ്പിച്ച് കറവ പശുക്കളാക്കി മാറ്റുന്നു. 4ാമത്തെ വിജയരഹസ്യം എന്ന് വെച്ചാൽ പെല്ലറ്റ് കുറയ്ക്കാൻ വേണ്ടി കഞ്ഞിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ 4 വിജയരഹസ്യങ്ങൾ. അപ്പൊ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.